ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാനായിട്ട് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, പുള്ളിയും കൂടെ വിചാരിക്കണം എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത്. ഞാനും അനിയത്തി ആദ്യമായിട്ടാണ് പോകുന്നത്. അമ്മ മുമ്പ് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോകാനായിട്ട്. അവിടെ എത്തുന്ന വരെ ഒരു പേടിയുണ്ട്, കാണാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ തടസ്സം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലരൊക്കെ ചില റീൽസിൽ അവരുടെ അനുഭവം പറയാറുണ്ട്. അവിടെ എത്തുന്നത് വരെ ഭയങ്കര തടസ്സങ്ങളായിരിക്കും. ചിലർക്ക് അതിനകത്തോട്ട് കയറാൻ പോലും പറ്റിയിട്ടില്ല. ചിലപ്പോൾ അവർക്ക് ആ സമയം എടുത്തിട്ടുണ്ടാകത്തില്ല ഗുരുവായൂരപ്പനെ കാണാൻ. അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിലും. അങ്ങനെയാണ് കൊല്ലത്തുനിന്ന് ട്രെയിൻ കയറുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചു. നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾ ഇവിടുന്ന് എറണാകുളത്തേക്കുള്ള ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. സീറ്റ് അവൈലബിലിറ്റി ഈ ഒരു ട്രെയിനിനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൊല്ലത്ത് എറണാകുളത്തേക്ക് നമ്മൾ പോവുകയാണ്, അതും എറണാകുളം ടൗണിലേക്ക്. ഇതിലിപ്പോൾ ഇരുന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചേർക്കാറായതുകൊണ്ട് നല്ല നടുവേദന എടുക്കും. അങ്ങനെ പകുതി എത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു ബോർഡ് കാണുന്നത്. ഇതൊരു ആഡ് ആണെങ്കിലും എനിക്കിത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഈ ഒരു ലൈൻസ് തോന്നിയത്. ഇതൊരു പോസിറ്റീവ് സിഗ്നലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ എല്ലാം ശരിയാവും ഇനി അങ്ങോട്ട് എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ട്. അങ്ങനെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ എറണാകുളം ടൗണിലെത്തി. അവിടെ നേരെ ഒരു മെട്രോ എടുത്ത് നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ ചെല്ലണം. ഇതെൻ്റെ അമ്മയുടെ ആദ്യത്തെ മെട്രോ യാത്രയാണ് കേട്ടോ. പുള്ളിക്കാരി എറണാകുളത്തൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് മെട്രോയിലൊന്ന് കയറ്റാം. അങ്ങനെ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എക്സ്കലേറ്റർ കയറാൻ പേടിയായിട്ട് നമ്മൾ ലിഫ്റ്റിലാണ് പോയത്. പക്ഷേ ലിഫ്റ്റിൽ കയറി എനിക്കാണ് പണി കിട്ടിയത്. എനിക്കെന്തോ തലകറങ്ങുന്ന പോലെ പെട്ടെന്നൊരു സീറ്റ് ഇട്ട് ഞാൻ അവിടെ പോയിരുന്നു. ഇവരൊക്കെ അവിടെ നിന്നു. അങ്ങനെ ഇറങ്ങിയിട്ട് വീണ്ടും ഞാൻ എക്സ്കലേറ്ററിൽ തന്നെ കയറി താഴോട്ട് ഇറങ്ങി. എന്നിട്ട് നമ്മളിനി കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് ട്രെയിൻ പിടിക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും ടയർഡായിരുന്നു നമ്മൾ. അങ്ങനെ അവിടെ ഒരു വെജ് ഭവൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് എൻ്റെ അനിയത്തി മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ഫുഡാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നു. ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നത്. പക്ഷേ നല്ല നീറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ 3 പേര് മസാല ദോശ ഓർഡർ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലോട്ട് പോകുന്നോട്ട് നമ്മൾ വ്രതമാണല്ലോ. പക്ഷേ അപ്പോഴും എനിക്ക് വല്ലാത്തൊരു സർപ്രൈസാണ് അവർ തന്നത്. നല്ല അടിപൊളി മസാല ദോശ. ഈ ഒരു ക്വാണ്ടിറ്റിയിലൊന്നും നമുക്ക് കൊല്ലത്ത് കിട്ടത്തില്ലെന്നേ. അപ്പം എറണാകുളം പോലൊരു സിറ്റിയിൽ ഇങ്ങനെ നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ഫുഡ് കിട്ടുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. അതും നല്ല മസാലയും നല്ല ചട്നി നല്ല സാമ്പാർ. അതും ഒരു ദോശയ്ക്ക് 85 രൂപ ആയുള്ളൂ. പിന്നെ നല്ലൊരു ചൂട് ചായ ഇല്ലാതെ എന്ത് മസാല ദോശ. എനിക്ക് പിന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ആയതുകൊണ്ട് ചായയും പാലൊന്നും കുടിക്കാൻ പറ്റത്തില്ല. അനിയത്തി വാങ്ങിച്ചില്ല. അങ്ങനെ അമ്മ ചായ കുടിച്ചു. എന്നിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. എറണാകുളം ജംഗ്ഷനിലാണ് വന്നത്. അവിടുന്ന് നമുക്ക് രാത്രി 9:30ക്കാണ് ഗുരുവായൂരിലേക്ക് ട്രെയിൻ. അങ്ങനെ ഇരുന്നപ്പം സ്വീറ്റ് കഴിക്കാൻ ഒരു ക്രേവിങ്സ്. അപ്പോഴാണ് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു ചോക്കോ ഫിൽസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഈ ഒരു കുഞ്ഞുമണീനെ കാണുന്നത്. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അവള്. അപ്പോഴത്തേക്കും എൻ്റെ ഫോണൊക്കെ അങ്ങ് ഓഫായി. പിന്നെ ട്രെയിനിൽ കയറിയിട്ട് കുത്തിയിട്ട് ചാർജ് ആക്കിയപ്പോഴത്തേക്കും ഒരു 12:30 ഗുരുവായൂരും എത്തി. അവിടെ എത്തിയപ്പോഴോ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ പേടി വേണ്ട. ആരൊക്കെയോ പറഞ്ഞു അത്ര സേഫ് ആയിരിക്കത്തില്ല, പെൺപിള്ളേരെ കൊണ്ട് രാത്രിയൊന്നും പോകലെന്നൊക്കെ. പക്ഷേ ഈ ജനങ്ങൾ മൊത്തം ഗുരുവായൂർ അമ്പലം നടയിലോട്ടാണ് കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു എൻട്രൻസ് കണ്ടപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി പറഞ്ഞു നോക്കെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു ഡിസൈനിലാണ് എൻട്രൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മൾ ഓട്ടോ പിടിക്കാനായിട്ട് പോയി. പക്ഷേ ഒരു ഓട്ടോയും കിട്ടുന്നില്ല. കാരണം അത്രയ്ക്ക് ആളുകൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ആളുകൾ അപ്പോൾ ഓട്ടോ വിളിച്ചുകൊണ്ടങ്ങ് പോകും. പിന്നെ നമ്മൾ വിചാരിച്ച് നടക്കാം ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ, വഴിയൊക്കെ കണ്ടുപിടിച്ച് പഠിച്ച് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അമ്പലം വരെ നടന്നു. അപ്പോഴാണ് ഈ ഒരു ഇതൊക്കെ കാണുന്നത്. അപ്പോഴത്തെ സമയം എന്ന് വെച്ചാൽ ഒരു 12:30 1 മണിക്കിടയ്ക്കാണ് കേട്ടോ. ആളുകൾ നേരെ വന്നങ്ങ് ക്യൂ നിൽക്കാനായിട്ടാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടൽ കണ്ടുപിടിക്കണം. അത് പടിഞ്ഞാറേ നടയിലാണെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മുമ്പേ വന്ന് റൂമൊക്കെ എടുത്ത് സെറ്റിലായി. ഇനി നമുക്ക് കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് പോകണം. അപ്പം അതൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാം കേട്ടോ.